രണ്ട് സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശും തമിഴ്നാടും. ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും പോലീസിനെ നെട്ടോട്ടം ഓടിച്ച സീരിയൽ കില്ലേഴ്സ്. ഏകദേശം 80നോടടുത്ത ആളുകൾ വീടുകളിൽ മരിച്ചു കിടന്ന ദാരുണമായ സംഭവ പരമ്പര. രാത്രിയാകുമ്പോൾ ഏതു നിമിഷവും കടന്നു വന്നേക്കാവുന്ന മരണത്തെ പേടിച്ച് ഭീതിയോടെ കഴിഞ്ഞ 80ഓളം ഗ്രാമങ്ങൾ. എന്നാൽ ആ കുറ്റവാളികൾക്കും പറയുവാനായിട്ട് ഒരു കഥയുണ്ടായിരുന്നു. ആരുടെയും ഹൃദയം തകർക്കുന്ന ഒരു കഥ. 1999-2000 കാലഘട്ടത്തിൽ ഇരു സംസ്ഥാനത്തിന്റെയും അതിർത്തിയിൽ നടന്ന ഈ ക്രൂരമായിട്ടുള്ള സീരീസ് ഓഫ് മർഡർ പരമ്പരയ്ക്ക് കാരണക്കാർ രണ്ടുപേരായിരുന്നു, ഗോപാലനും കൃഷ്ണനും. അവരുടെ പേരുകൾ ഒരുമിച്ച് ചേർത്താണ് പോലീസ് പിന്നീട് വിളിച്ചത് ഗോപാലകൃഷ്ണൻ. ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവയും ഈ കഥയിലുണ്ട്. ആ കഥയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. റിട്ടയർഡ് ACP രാജേന്ദ്രനാണ് ഈ കേസ് അന്വേഷിച്ചത്. അദ്ദേഹം അക്കാലത്ത് തിരുത്തണ്ണി എന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള പൊടത്തൂർപേട്ട എന്ന സ്ഥലത്ത് ജോലി നോക്കി വരികയാണ്. ഈ പ്രദേശം രണ്ട് സംസ്ഥാനങ്ങളുടെയും ബോർഡറാണ്, തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും. ഈ അതിർത്തിയിലൂടെ ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട്. ഈ ഹൈവേയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ കാണുന്ന കാഴ്ച ഇതായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഹൈവേയുടെ വലതുവശം എടുക്കുക. ആന്ധ്രാപ്രദേശിന്റെ കീഴിലുള്ള സ്ഥലങ്ങളും അവരുടെ വില്ലേജുകളും അവിടെ ധാരാളമുണ്ട്. അതിനോട് ചേർന്ന് തമിഴ് വില്ലേജും ഉണ്ടായിരിക്കും. അതുപോലെ ഹൈവേയുടെ മറു സൈഡ് എടുക്കുക, അവിടെയും ഇതുതന്നെയാണ് കാഴ്ച. തമിഴ്നാട്ടിലെ ഒരു തെരുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. അവിടെ നിന്നും അടുത്ത കാലെടുത്ത് വെക്കുമ്പോൾ അടുത്ത തെരുവാവും. ആ തെരുവ് പക്ഷേ ആന്ധ്രാപ്രദേശിന്റെ കീഴിലായിരിക്കും. അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളുടെയും അടുത്തടുത്ത് കിടക്കുന്ന വില്ലേജുകളാണ് ഇവിടങ്ങളിൽ ഉള്ളത്. ഏകദേശം 80ഓളം വില്ലേജുകൾ ഈ പ്രദേശത്ത് വരും. RK പേട്ട എന്ന സ്ഥലത്തു നിന്നും തിരുത്തണ്ണിയിലേക്ക് പോകുന്ന വഴിക്ക് ഈ കാഴ്ച കൂടുതലായിട്ട് കാണുവാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ തമിഴ്നാടിന്റെ ഉള്ളിൽ ഒരു ആന്ധ്ര ഗ്രാമം ഉണ്ടായിരിക്കും, അതുപോലെ ആന്ധ്രയുടെ ഉള്ളിൽ ഒരു തമിഴ് ഗ്രാമവും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇടകലർന്നാണ് ഈ വില്ലേജുകൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീരീസ് ഓഫ് മർഡർ നടന്നിട്ടുള്ളത് ആന്ധ്രയിലും തമിഴ്നാട്ടിലുമാണ്. ഈ കില്ലേഴ്സ് വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ളവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആന്ധ്ര ഗ്രാമം ഏതാണ്, തമിഴ് ഗ്രാമം ഏതാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. 1999 മുതൽ ഈ അതിർത്തി ഗ്രാമങ്ങളിൽ തുടർച്ചയായിട്ട് കൊലപാതക പരമ്പരകൾ നടക്കുവാൻ തുടങ്ങി. ഏകദേശം 50ഓളം വീടുകളെ ഇവർ കടന്നു കയറി ആക്രമിച്ചു. അതിൽ 39 വീടുകളിൽ ദാരുണമായിട്ടുള്ള അരുംകൊലകൾ നടന്നു. കൊലയാളികൾ ടാർഗറ്റ് ചെയ്ത വീടുകൾക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദമ്പതികളായിട്ട് കഴിയുന്ന ആൾക്കാരെ മാത്രമായിരുന്നു ഇവർ ആക്രമിച്ചത്. ദമ്പതികളെ മാത്രം തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന സീരിയൽ കില്ലേഴ്സ് എന്ന് ഇവരെ വിശേഷിപ്പിക്കാം. കൊലയാളികളിൽ നിന്നും തലമുടി നാരഴിക്ക് രക്ഷപ്പെട്ടവർ പറഞ്ഞ കഥ ഇങ്ങനെയാണ്. അപ്പോൾ രാത്രിയായിരുന്നു. പെട്ടെന്ന് തങ്ങൾക്ക് മുൻപിലായിട്ട് രണ്ട് രൂപങ്ങൾ നിൽക്കുന്നത് കണ്ടു. ഭർത്താക്കന്മാർ ഞെട്ടി എഴുന്നേൽക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അയാളുടെ തലയിൽ ശക്തമായിട്ടുള്ള ഒരു അടി വീഴും, അതും ഇരുമ്പ് പാര കൊണ്ട്. ആ അടിയോടുകൂടി ഒന്നുകിൽ അയാൾ മോഹാലസ്യപ്പെടും, അല്ലെങ്കിൽ മരണപ്പെടും. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ആക്രമണത്തിൽ സ്തംഭിച്ചു നിൽക്കുന്ന ഭാര്യമാരുടെ കാര്യമായിരുന്നു കഷ്ടം. ചില കേസുകളിൽ അവർ റേപ്പ് ചെയ്യപ്പെടും, എന്നാൽ മറ്റു ചില കേസുകളിൽ അത് റേപ്പ് ആൻഡ് മർഡർ ആയിട്ട് മാറും. 90% കേസുകളിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൊല്ലപ്പെട്ടതായിട്ടാണ് കാണുന്നത്. രക്ഷപ്പെട്ട സ്ത്രീകൾക്ക് പോലും കൊലയാളി ആരാണെന്ന് കൃത്യമായിട്ട് അടയാളം കാണിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. റേപ്പ് ചെയ്ത ശേഷം അക്രമികൾ അവരുടെ വീട് കൊള്ളയടിച്ചിട്ടാണ് മടങ്ങുന്നത്. എന്നിട്ട് പോലും അവർക്കാർക്കും അക്രമികൾ ആരാണെന്ന് അടയാളം കാണിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ആ സ്ത്രീകൾ പറഞ്ഞത് ഇങ്ങനെയാണ്: രണ്ട് രൂപങ്ങളുണ്ടായിരുന്നു, രണ്ടും പുരുഷന്മാരാണ്. എന്നാൽ ചില കേസുകളിൽ അവർ 2 പേരല്ല 3 പേർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വേറെ ചില സ്ത്രീകൾ പറഞ്ഞത് 2 പേർ അകത്തേക്ക് വന്നു, 2 പേർ പുറത്തു നിൽപ്പുണ്ടായിരുന്നു എന്നാണ്. കൊലയാളികൾ 2 പേരാണോ അതോ 4 പേരാണോ ഒരു പിടിയുമില്ല. പരിഭ്രമം കാരണം ഈ സ്ത്രീകൾക്ക് കൃത്യമായിട്ട് അവരെക്കുറിച്ചുള്ള വിശദീകരണം കൊടുക്കുവാനും കഴിയുന്നില്ല. ഗോപാലന്റെയും കൃഷ്ണന്റെയും മോഡസ് ഓപ്പറാൻഡി ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് സീരിയൽ കില്ലേഴ്സിന്റെ പേര് ആദ്യമേ തന്നെ വെളിപ്പെടുത്തുന്നത് എന്ന്. കഥയുടെ ത്രില്ല് പോകില്ലേ എന്ന്. എല്ലാ സീരിയൽ കില്ലേഴ്സിനും ഉള്ളതുപോലെ ഇവർക്കും ഒരു പേരുണ്ട്, ഗോപാലനും കൃഷ്ണനും, അത്രമാത്രം. എന്നാൽ ഈ കഥയുടെ ട്വിസ്റ്റും സസ്പെൻസും ഇരിക്കുന്നത് വെറും സാധാരണക്കാരായ ഈ 2 സഹോദരങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ കുറ്റവാളികളായിട്ട് മാറിയത് എന്നുള്ളതിലാണ്. നമ്മുടെ സിസ്റ്റത്തിന് ഇതിൽ വലിയൊരു പങ്കുണ്ട്. അതാണ് ഈ കഥയിലൂടെ ഞാൻ എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഗോപാലന്റെയും കൃഷ്ണന്റെയും മോഡസ് ഓപ്പറാൻഡി ഇങ്ങനെയായിരുന്നു. അവർ തലേ ദിവസമോ അല്ലെങ്കിൽ അതിനു മുൻപോ കണ്ടുവച്ച വീട്ടിലേക്ക് രാത്രി 2 മണി 3 മണിയോടെ കടന്നു വരും. വീടിന്റെ ബാക്ക് ഡോർ തകർത്താണ് അവർ ഉള്ളിൽ പ്രവേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കയ്യിലൊരു ആയുധം കരുതിയിട്ടുണ്ടാവും. അതൊരു ചെറിയ പാരയാണ്. ഈ പാര ഉപയോഗിച്ച് ഡോറിന്റെ വിടവിലേക്ക് തള്ളിക്കയറ്റും. പിന്നെ 2 പേരും ചേർന്ന് ശക്തമായിട്ട് ആഞ്ഞമർത്തും. അതോടെ ഡോറ് പൂട്ടടക്കം ഉള്ളിലേക്ക് പൊളിഞ്ഞു മാറും.
ഇത്തരം കഥകളിൽ നിന്നും സംഭവങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. വീടുകൾക്ക് പരമാവധി ഉള്ളിൽ ഗ്രില്ലുകൾ വെച്ച് പിടിപ്പിക്കുക. ഒരു പരിധിവരെ മോഷണ ശ്രമത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ഇതുമൂലം കഴിയും. ഇത് ഞാൻ പറഞ്ഞതല്ല, കുപ്രസിദ്ധ മോഷ്ടാവായ തസ്കരൻ മണിയംപിള്ള തന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുള്ളതുമാണ്. യാതൊരു ശബ്ദവുമില്ലാതെയായിരിക്കും അവർ ഈ വാതിൽ പൊളിക്കുന്നത്. എന്നിട്ട് വളരെ നിശബ്ദമായിട്ട് ഉള്ളിൽ പ്രവേശിച്ച് ആദ്യം ഭർത്താവിനെ അടിച്ചുകൊല്ലും. അതിനുശേഷം ഭാര്യയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തും. എന്നിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് മടങ്ങും. സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് മടങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ആ വീട്ടിലെ വിലപിടിപ്പുള്ള എന്തെങ്കിലും ആയിരിക്കും ഇവർ എടുത്തുകൊണ്ട് പോകുന്നത് എന്ന്. എന്നാൽ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അതാണ് ഇവരുടെ പ്രത്യേകതയും. കൊല്ലപ്പെട്ട സ്ത്രീയുടെ കഴുത്തിൽ നിന്നും താലി മാത്രമേ ഇവർ മോഷ്ടിക്കൂ. ആ താലി ചിലപ്പോൾ സ്വർണത്തിലോ വെള്ളിയിലോ തീർത്ത മാലയിൽ കൊരുത്തിട്ടതാകാം. അതടക്കം വലിച്ചു പറിച്ചെടുക്കും. മറ്റു ചിലപ്പോൾ വെറും ചരടിൽ തൂക്കിയിട്ട താലി മാത്രമായിരിക്കാം ആ സ്ത്രീയുടെ കഴുത്തിലുണ്ടാവൂ. അതൊന്നും അവർക്ക് വിഷയമായിരുന്നില്ല. ആ ചരടടക്കം താലി വലിച്ചു പൊട്ടിക്കും. അതുപോലെ കൊല്ലപ്പെട്ട ആണുങ്ങളുടെ ശരീരത്തിൽ നിന്നും ഇവർ മോഷ്ടിക്കുന്ന വസ്തു ഇതായിരിക്കും: അവരുടെ അരഞ്ഞാണം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നിയേക്കാം. അവിടെയുള്ള ആളുകൾ കൂടുതലായിട്ടും സ്വർണ്ണ അരഞ്ഞാണമൊന്നും ധരിക്കാറില്ല. മിക്കവരുടെയും അരയിൽ കാണപ്പെടുന്നത് വെള്ളി അരഞ്ഞാണമായിരിക്കും. അതിവർ വലിച്ചു പൊട്ടിച്ചെടുക്കും. സാമ്പത്തിക ശേഷി കുറഞ്ഞ ചില ഇരകളുടെ അരയിൽ വെള്ളി അരഞ്ഞാണം കാണണമെന്നില്ല. അതിനു പകരം അവിടെ ഒരു കറുത്ത ചരടായിരിക്കും. അതും ഇവർ വിട്ടുവയ്ക്കില്ല, പൊട്ടിച്ചെടുക്കും. ഈ 2 വസ്തുക്കൾ മാത്രമാണ് ആ വീട്ടിൽ നിന്നും മോഷണം പോകൂ. ചില കേസുകളിൽ കൊല്ലപ്പെട്ട ഇരകൾ കിടക്കുന്ന മുറിയിലുള്ള അലമാരയിൽ ധാരാളം സ്വർണവും പണവും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവർ തൊട്ടുപോലും നോക്കിയിട്ടില്ല. അരഞ്ഞാണവും താലിച്ചരടും അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ 2 വസ്തുക്കളും പിന്നെ അവരുടെ ജീവനും മാത്രമായിരിക്കും ആ വീട്ടിൽ നിന്നും മോഷണം പോവുക. മുൻപുണ്ടായ ക്രൈമിലെ കുറ്റവാളികൾ തന്നെയാണ് ഈ കുറ്റവും ചെയ്തത് എന്ന് പോലീസിന് ഉറപ്പിക്കുവാനായിട്ട് ഈ തെളിവ് ധാരാളമായിരുന്നു. ഈ ഒരു തെളിവേ അവർ അവശേഷിപ്പിച്ചിരുന്നുള്ളൂ. 2 സംസ്ഥാനത്തിലെയും പോലീസ് ആകെപ്പാടെ കുഴങ്ങി പോവുകയാണ്. സ്ത്രീകളുടെ താലിച്ചരടിനും ആണുങ്ങളുടെ അരഞ്ഞാണത്തിനും തമ്മിൽ എന്താണ് ബന്ധം? എന്തുകൊണ്ടാണ് ഈ കൊലയാളികൾ അതുമാത്രം മോഷ്ടിക്കുന്നത്? ഈ പ്രവൃത്തി കൊണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അവർക്ക് ഈ സമൂഹത്തോട് പറയുവാനുള്ളത്? പോലീസിന് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല. എന്ത് ടൈപ്പ് ഓഫ് കില്ലേഴ്സ് ആണിവർ? സ്ത്രീകളുടെ താലിച്ചരടിനെ വെറുക്കുന്നവരാണോ, അതോ ആണുങ്ങളുടെ അരഞ്ഞാണത്തിനെ വെറുക്കുന്നവരാണോ? ഒരു ധാരണയുമില്ല. ഗോപാലകൃഷ്ണന്മാരുടെ ആദ്യ കൊലപാതകങ്ങളെല്ലാം നടന്നത് ആന്ധ്രാപ്രദേശിന്റെ കീഴിലുള്ള വില്ലേജുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസിന് അതിൽ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ആ സംഭവം ഉണ്ടായത്. തിരുവള്ളൂർ എന്ന സ്ഥലം കഴിഞ്ഞ് കുറച്ചു ദൂരം മുൻപോട്ട് പോകുമ്പോൾ രാമജയം എന്നു പേരുള്ള മറ്റൊരു സ്ഥലം വരും. അവിടെ ഒരു ഗ്രാമമുണ്ട്. അവിടെ ഒരു ഇരട്ട കൊലപാതകം നടക്കുകയാണ്. അതും മുൻപ് പറഞ്ഞതുപോലെ സമാനമായിട്ടുള്ള രീതിയിൽ. അതോടെ തമിഴ്നാട് പോലീസ് ഉഷാറായി ശക്തമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. അതിനെ തുടർന്ന് തിരുത്തണ്ണി എന്ന സ്ഥലത്തിനോട് ചേർന്ന് മറ്റൊരു ഗ്രാമത്തിലും ഇതേപോലെ ഒരു മർഡർ നടക്കുകയാണ്. ഡബിൾ മർഡർ. അതും തമിഴ്നാടിന്റെ കീഴിലുള്ള വില്ലേജാണ്. ആന്ധ്രാപ്രദേശിലെ ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നരഹത്യകൾ നടന്നിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിലെ 38 വീടുകളിലാണ് ഈ കുറ്റവാളികൾ കൊള്ളയും കൊലയും നടത്തിയത്. അതുപോലെ തമിഴ്നാട്ടിൽ 2. അങ്ങനെ നോക്കിയാൽ മൊത്തത്തിൽ 40ഓളം വീടുകളിൽ ഇവർ കൊള്ളയും കൊലയും നടത്തിയിട്ടുണ്ട്. അതുപോലെ ആക്രമിക്കുവാനായിട്ട് കയറിയിട്ട് അതിന് കഴിയാതെ തിരിച്ച് ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യവും ഇവർക്കുണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഏകദേശം 50ഓളം വീടുകൾ ഇവർ ആക്രമിച്ചിട്ടുണ്ട്. 76ഓളം കൊലപാതകമാണ് ഇതിനിടയിൽ അവർ ചെയ്തു കൂട്ടിയത്. ആ സമയത്ത് ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ശ്രീ ചന്ദ്രബാബു നായിഡു ആണ്. അദ്ദേഹം തന്റെ കീഴിലുള്ള ആ സ്ഥലത്തെ ബോർഡർ പോലീസിനും മൊത്തം അലർട്ടാക്കി. ഈ സമയത്ത് 2 പോലീസ് ഡിപ്പാർട്ട്മെന്റിനും പരസ്പര സംശയമായി. ആന്ധ്ര പോലീസ് വിചാരിച്ചത് ഇങ്ങനെയാണ്: ഒരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും ഏതെങ്കിലും സീരിയൽ കില്ലേഴ്സ് ആന്ധ്രയിലെ ഗ്രാമങ്ങളിലേക്ക് കടന്നു വന്ന് കൊല്ലും കൊലയും നടത്തിയിട്ട് തിരികെ മടങ്ങി പോകുന്നതായിരിക്കുമോ? അതുതന്നെയാണ് തമിഴ്നാട് പോലീസ് വിചാരിച്ചത്. ഒരു പക്ഷേ ആന്ധ്രയിൽ നിന്നും ഏതെങ്കിലും കൊലയാളികൾ തമിഴ്നാട് ഗ്രാമങ്ങളിലേക്ക് വന്നിട്ട് കൊല ചെയ്തിട്ട് തിരിച്ചു മടങ്ങി പോകുന്നതായിരിക്കുമോ? ഇതോടെ 2 സംസ്ഥാനത്തിലെയും പോലീസുകാർ ബോർഡർ സെക്യൂരിറ്റി കർശനമാക്കുകയാണ്. ആ സമയത്ത് SP ആയിരുന്നത് രാധാകൃഷ്ണൻ എന്നു പേരുള്ള ഒരാളാണ്. അദ്ദേഹം തിരുവള്ളൂർ പ്രദേശത്ത് സുരക്ഷ കർശനമാക്കി. ACP രാജേന്ദ്രനും കൂട്ടരും കുറ്റവാളികളെ പിടികൂടുവാനായിട്ട് പെടാപ്പാട് പെട്ട് ഓടുകയാണ്. ആ സമയത്ത് ഇവർ ഒരു കാര്യം ചെയ്തു. ഓരോ ഗ്രാമത്തിലെയും ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു തെരച്ചിൽ സംഘം രൂപീകരിച്ചു. ഈ പ്രദേശത്ത് തമിഴ്നാടിന്റെ കീഴിലായിട്ട് ഏകദേശം 40ഓളം വില്ലേജ് ഉണ്ട്. അതുപോലെ മറുസൈഡ് നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ കീഴിലും 40ഓളം വില്ലേജുകളുണ്ട്. ഓരോ വില്ലേജിൽ നിന്നും 40-45ഓളം ആളുകളെയാണ് തെരച്ചിൽ സംഘത്തെ ഉൾപ്പെടുത്തിയത്. അവരെ 15 വീതം 3 ആയിട്ട് തിരിച്ചു. എന്നിട്ട് അവർക്ക് 3 ഷിഫ്റ്റുകൾ കൊടുത്തു. തീർന്നില്ല, പോലീസുകാർ തന്നെ തടിയൊക്കെ ചെത്തിമിനുക്കി ലാത്തി പോലെ ഒരു ആയുധവും ഇവർക്ക് നൽകി. എന്നിട്ട് പോലീസ് 2 സംസ്ഥാനങ്ങളിലെയും ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ആളുകളെ വിളിച്ചുകൂട്ടി, പ്രത്യേകിച്ചും യുവാക്കളെ വിളിച്ചുകൂട്ടി ക്ലാസ് എടുത്തു. ഓരോ ഗ്രാമത്തിലെയും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 15 പേരടങ്ങുന്ന ഈ അന്വേഷണ സംഘത്തിന് പോലീസ് കൊടുത്ത നിർദ്ദേശം ഇതായിരുന്നു: നിങ്ങൾ ഗ്രാമാന്തരം ചുറ്റി നടക്കുക.
സംശയം തോന്നുന്ന ആരെങ്കിലും കണ്ടുകിട്ടിയാൽ അവരെ പിടിച്ച് ഞങ്ങളെ ഏൽപ്പിക്കുക. കാരണം കൊലയാളികൾ കണ്ണിൽ കണ്ട വീടുകൾ കയറി ആക്രമിക്കുകയല്ല ചെയ്യുന്നത്. അവർ നേരത്തെ തന്നെ വന്നിട്ട് ഏതെങ്കിലും വീട് നോക്കി വെക്കും. പിന്നീട് സമയ സന്ദർഭവും ഒത്തുവരുമ്പോൾ മാത്രമാണ് അവിടെ കയറി ആക്രമിക്കുക. അങ്ങനെ സംശയം തോന്നുന്ന രീതിയിൽ ആരെങ്കിലും ഏതെങ്കിലും വീടുകൾ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകമായിട്ട് നോക്കുവാൻ ഇവരെ ശട്ടം കെട്ടി. കൂടാതെ അജാനുബാഹുക്കളായ പരിചയമില്ലാത്ത 2 പേരെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് നിരീക്ഷിക്കുവാനും പറഞ്ഞു. കാരണം കില്ലേഴ്സിന്റെ വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട സ്ത്രീകൾ ഒന്നുപോലെ പറഞ്ഞത് നല്ല അജാനുബാഹുക്കളായ ആളുകളാണ് കൊലയാളികളെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ 80ഓളം ഗ്രാമത്തിലെ ആളുകൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കൊലയാളികളെ അന്വേഷിച്ച് രംഗത്തിറങ്ങി. ഉദ്യോഗജനകമായിട്ടുള്ള ഏകദേശം 60 ദിവസമാണ് അങ്ങനെ കടന്നുപോയത്. ഈ ഗ്രാമങ്ങളിലുള്ള എല്ലാവരും ഭയന്ന് വിറച്ചിരിക്കുവാണ്. കാരണം അടുത്തടുത്തുള്ള ഗ്രാമങ്ങളാണ്. അവരന്ന് അനുഭവിച്ച ഭയത്തിന്റെ തീവ്രത നമുക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം നേരം വെളുക്കുമ്പോൾ കേൾക്കുന്നത് തൊട്ടടുത്ത വീട്ടിലെ ആളുകൾ കൊല്ലപ്പെട്ട് കിടക്കുന്നു എന്നായിരിക്കും. അടുത്ത ദിവസം കൊലയാളികൾ തങ്ങളുടെ വീട്ടിലേക്ക് വരുമോ എന്നോർത്ത് ഉറങ്ങാതെ ഭയന്ന് വിറച്ചാണവർ ഓരോ ദിവസവും തള്ളി നീക്കിയത്. നിരീക്ഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയ യുവാക്കളെ അല്ലെങ്കിൽ യുവാക്കളുടെ ആ ടീമിനെ പോലീസ് വിളിച്ചത് ഇങ്ങനെയാണ്: ഫ്രണ്ട്സ് ഓഫ് പോലീസ്. ആ ഒരു സമയം ACP രാജേന്ദ്രനും കൂട്ടർക്കും ഉറക്കമില്ലാത്ത നാളുകളായിരുന്നു. പകൽ സമയത്ത് കൊലയാളികളെ എങ്ങനെ പിടികൂടാമെന്ന് ഇവർ പ്ലാൻ ചെയ്യും. അതുപോലെ ഫ്രണ്ട്സ് ഓഫ് പോലീസിനെ കണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കും. എന്നാൽ രാത്രിയിൽ ഉറങ്ങാമെന്ന് വെച്ചാൽ അതിനും കഴിയില്ല. ആ സമയത്തായിരിക്കും ഫ്രണ്ട്സ് ഓഫ് പോലീസ് ഓരോ പുലിവാലും പിടിച്ചുകൊണ്ട് വരുന്നത്. അവർ വരുന്നത് ഓരോ കഥകളും കൊണ്ടായിരിക്കും. അതിൽ ചില കഥകൾ ഇതൊക്കെയാണ്: സാർ, സൊരക്കാപ്പേട്ട സ്ഥലത്ത് വെച്ച് 2 പേർ ബൈക്കിൽ പോകുന്നത് ഞങ്ങൾ കണ്ടു. സംശയം തോന്നിയിട്ട് ഞങ്ങൾ പിന്നാലെ പോയി. എന്നാൽ പെട്ടെന്ന് അവർ അപ്രത്യക്ഷമായി. എവിടേക്ക് പോയെന്ന് കണ്ടില്ല. അതുപോലെ 2 പേർ നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടു. അജാനുബാഹുക്കളായിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾ അവരെ പിന്നാലെ പോയി. അവർ പെട്ടെന്ന് ഓടി. ഞങ്ങളും പിന്നാലെ ഓടി. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മായാവിയെ പോലെ അവർ അപ്രത്യക്ഷമായി പോയി. എവിടെ പോയെന്നറിയില്ല. ACP രാജേന്ദ്രനൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇവരുടെ പറച്ചിൽ കേട്ടിട്ട്. മായാവി പോലെ മാഞ്ഞു പോയെന്നു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അപ്പോഴും അവർ ഉറപ്പിച്ചു പറയുകയാണ്: സാർ, അവർ ഞങ്ങളുടെ മുൻപിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ തൊട്ടു പുറകെ ഓടുകയായിരുന്നു. പെട്ടെന്ന് അവർ എടുത്തൊരു ചാട്ടം ചാടി. പിന്നെ കണ്ടില്ല. ആ കൊലയാളികൾ കാലിൽ സ്പ്രിംഗ് ഉള്ള ഷൂസ് ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം വേഗത്തിൽ ഓടുവാനും ചാടുവാനും അവർക്ക് കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരുന്നില്ലേ? ബ്ലാക്ക് മാൻ എന്ന പേരിൽ നമ്മുടെ നാട്ടിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പത്രങ്ങളിൽ വന്നിട്ടുമുണ്ട്. അതുപോലെയുള്ള അസാധാരണമായിട്ടുള്ള കഥകളാണ് ഇവിടെയും പ്രചരിച്ചത്. അതേ സമയത്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ തീക്ഷ്ണത അറിയാതെ ഇരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാർ പോലീസിനെ വിളിച്ച് ഷൗട്ട് ചെയ്യുകയാണ്. ശ്രീ ചന്ദ്രബാബു നായിഡു സമീപ ജില്ലകളിലെ SP-മാരെ വിളിച്ച് വല്ലാതെ ഫയർ ചെയ്തു. ഈ കേസ് നടക്കുന്ന സമയത്ത് രാജേന്ദ്രൻ ACP ആയിരുന്നില്ല, മറിച്ച് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. അദ്ദേഹത്തിന് പ്രധാനമായിട്ടും നോക്കേണ്ടത് തമിഴ്നാട്ടിലെ 40 ഗ്രാമങ്ങളുടെ കാര്യമാണ്. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അഡീഷണൽ ആയിട്ട് വേറെയും പോലീസുകാരെ വിളിച്ചു വരുത്തി. ഓരോ ഗ്രാമത്തിലും 4ഉം 5ഉം പോലീസുകാരെ നിയോഗിച്ചു. അവരോടൊപ്പം ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ റോന്ത് ചുറ്റുവാനായിട്ട് ഏർപ്പെടുത്തിയ യുവാക്കളെയും ഒരു സ്ഥലം പോലും മുക്കും മൂലയും പോലും വിടാതെ പരിശോധിക്കുവാനാണ് ഇവർക്ക് കിട്ടിയ നിർദ്ദേശം. ശരിക്കും പറഞ്ഞാൽ ഒരു ലോക്ക്ഡൌണിന്റെ അന്തരീക്ഷം. ഇതുപോലെ ഒരു അന്തരീക്ഷം മുൻപും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. COVID-19 കാര്യമല്ല ഞാൻ പറയുന്നത്, മറിച്ചൊരു നരഭോജി കടുവയുടെ കാര്യമാണ്. വടക്കേ ഇന്ത്യയിലെ ഏകദേശം 21ഓളം ഗ്രാമങ്ങളെ 4 വർഷക്കാലത്തോളം ലോക്ക്ഡൌൺ ആക്കി കളഞ്ഞ ഒരു നരഭോജി കടുവയുടെ കഥ. ആ കഥ വൈകാതെ നമ്മൾ ചാനലിൽ ചെയ്യുന്നുണ്ട്. പറയുവാനൊരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഏകദേശം അതിന് സമാനമായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ ബോർഡർ ലൈനിൽ നടക്കുന്നത്. ACP രാജേന്ദ്ര അന്ന് തൻ്റെ ഭാര്യയോടും കൂട്ടുകാരോടും പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം എന്നെ ആശുപത്രിയിൽ എത്തിക്കണം. കാരണം ഏകദേശം 40ഓളം ദിവസമാണ് അദ്ദേഹവും കൂട്ടരും അല്പം മാത്രം ഉറങ്ങി ദിവസങ്ങൾ തള്ളി നീക്കിയത്. പകൽ സമയത്ത് കൊലയാളികളെ പിടികൂടുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കൽ, രാത്രിയാകുമ്പോൾ ഫ്രണ്ട്സ് ഓഫ് പോലീസിന്റെ ഇല്ലാ കഥകൾ. ഇതിനിടയിൽ റോന്ത് ചുറ്റുവാനായിട്ട് ഏർപ്പെടുത്തിയ ആളുകൾ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ടോ എന്നറിയുവാനായിട്ട് നിരീക്ഷിക്കുവാനും പോകണം. അങ്ങനെ വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു അവർക്കെന്ന്. പോലീസിന്റെ ജോലി എത്രമാത്രം കാഠിന്യമുള്ളതാണെന്ന് മനസ്സിലാക്കുവാൻ ഈ ഒരൊറ്റ കേസ് പഠിച്ചാൽ മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ 40ഓളം ദിവസം അല്പം മാത്രം ഉറക്കവുമായിട്ട് തള്ളി നീക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എങ്കിലും അവരത് സാധിച്ചു എന്ന് വേണം പറയുവാൻ. ഇതിനിടയിൽ സൈക്കോ കില്ലേഴ്സിന്റെ 35ാമത്തെ ആക്രമണം സംഭവിക്കുകയാണ്. ഇതൊരു മർഡർ ആയിരുന്നില്ല, മറിച്ച് മർഡർ അറ്റംപ്റ്റ് ആയിരുന്നു. 35 എന്ന് മുൻപേ പറയുവാനായിട്ട് കാരണം 39ാമത്തെ മർഡറിന് ശേഷമാണ് അവരെ പിടികൂടുവാനായിട്ട് പോലീസിന് കഴിഞ്ഞത്. പൊടത്തൂർ പേട്ട എന്ന സ്ഥലത്തിന് സമീപത്തായിട്ട് അത്തമാഞ്ചേരി എന്ന് പറയുന്നൊരു വില്ലേജ് ഉണ്ട്. ധാരാളം വാഴകൃഷിയുള്ള ഒരു പ്രദേശമാണിവിടം. വിശാലമായിട്ടുള്ള പാടശേഖരങ്ങൾ വഴിയാണ് ആ ഗ്രാമത്തിലേക്ക് പോകുവാനായിട്ട് കഴിയൂ. ഈ ആക്രമണം ഉണ്ടായത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നും വെറും 100 മീറ്റർ ഉള്ളിലാണ്. അവിടെ ഒരു വീടുണ്ടായിരുന്നു.
ആ വീടായിരുന്നു ഇപ്രാവശ്യം കൊലയാളികൾ നോട്ടമിട്ടത്. ആ വീടിനും ഒരു പ്രത്യേകതയുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു വീടാണിത്. അതിന് പിന്നിലായിട്ട് ഏകദേശം 10 ഏക്കറോളം വരുന്ന ഒരു വാഴത്തോട്ടമുണ്ട്. അന്ന് രാത്രി 3 മണിക്ക് ഗോപാലനും കൃഷ്ണനും ഈ വീടിനെ സമീപിച്ചു. പതിവ് പോലെ പാര ഉപയോഗിച്ച് വീടിന്റെ പിൻവശത്തെ വാതിൽ പൊളിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ നേരിയ ഒരു ശബ്ദം കേട്ട് വീടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ദമ്പതികൾ ഉറക്കമെഴുന്നേറ്റു. അടുത്ത നിമിഷം വാതിൽ തകർന്നു. കൊലയാളികൾ ഉള്ളിൽ പ്രവേശിച്ചു. പാഞ്ഞു വന്ന ഗോപാല് പാര ഉപയോഗിച്ച് ഈ ഭർത്താവിനെ ആഞ്ഞടിച്ചു. എന്നാൽ വളരെ സമർത്ഥമായിട്ട് അയാൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. എന്നിട്ട് വേഗം വീടിന്റെ മുൻവാതിൽ തുറന്ന് ഭാര്യയോട് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ട് മറ്റുള്ളവരെ കാര്യങ്ങൾ അറിയിക്കുവാനായിട്ട് പറഞ്ഞു. ഇതിനോടകം വീടിന്റെ ഉള്ളിലെ ലൈറ്റ് ഇടുവാനായിട്ട് ഇവർക്ക് സാധിച്ചിരുന്നു. ഈ ദമ്പതികൾ വളരെ വ്യക്തമായിട്ടും കൊലയാളികളെ കണ്ടു. അതോടെ ഇനി പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഗോപാലനും കൃഷ്ണനും തിരികെ ആ വാഴത്തോട്ടം വഴി ഓടി രക്ഷപ്പെടുകയാണ്. ഇവരിൽ നിന്നുമാണ് പോലീസിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. കൊലയാളികൾ 3-4 പേരൊന്നുമില്ല, 2 പേർ മാത്രമാണുള്ളത്. പോലീസ് സ്റ്റേഷനോട് തൊട്ടടുത്താണ് ഈ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് അവർ സുരക്ഷ കൂടുതൽ കർശനമാക്കി. ഇതോടെ ജനങ്ങളും കൂടുതലായിട്ട് ഭയപ്പെട്ടു. അവർ അവരുടെ രക്ഷകരായിട്ട് കണ്ടത് പോലീസിനെയാണ്. ആ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ആരെ വിശ്വസിക്കും, ആര് രക്ഷിക്കും? ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അടുത്തതായിട്ട് പോലീസ് ചെയ്തത് ക്രൈം റെക്കോർഡ് ബ്യൂറോയിലെത്തി അന്വേഷണം ആരംഭിച്ചു. ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ ധാരാളം കുറ്റവാളികളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. അവരുടെ മോഡസ് ഓപ്പറാൻഡികളെ കുറിച്ചും അതിൽ വ്യക്തമായിട്ടും പറയുന്നുണ്ടാവും. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു വീട്ടിൽ കയറി അവിടെയുള്ള ദമ്പതികളെ കൊല ചെയ്ത് അവരുടെ അരഞ്ഞാണ ചരടും താലിയും മാത്രം മോഷ്ടിക്കുന്ന കള്ളന്മാരെ കുറിച്ച് യാതൊരു അറിവുമില്ല. തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം രാജേന്ദ്രനും കൂട്ടരും ചെയ്തത് നേരെ ആന്ധ്രയിലേക്ക് പോവുകയാണ്. അവിടെ നെല്ലൂരിലും തിരുപ്പതിയിലുമുള്ള ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ അവർ അന്വേഷിച്ചു. അവരുടെ പക്കലും ഇതുപോലെ വിചിത്രമായ മോഡസ് ഓപ്പറാൻഡിയുള്ള ക്രിമിനൽസിന്റെ റെക്കോർഡ് ഇല്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴിതാണ് അവസ്ഥ. തമിഴ്നാട് പോലീസിന്റെ പക്കലും ആന്ധ്ര പോലീസിന്റെ പക്കലും ഇതുപോലെ വിചിത്രമായിട്ടുള്ള മോഡസ് ഓപ്പറാൻഡിയുള്ള ക്രിമിനൽസിന്റെ റെക്കോർഡ് ഇല്ല. അതുകൊണ്ട് അവർ NCPയിലേക്ക് പോയി, അതായത് നാഷണൽ ക്രൈം ബ്യൂറോയിലേക്ക്. ഇന്ത്യയിൽ ഇതുപോലെ, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ ഇതുപോലെ ക്രൈം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയുവാനായിരുന്നു ആ യാത്ര. എന്നാൽ അവിടെയും അവർക്ക് നിരാശയായിരുന്നു ഫലം. NCPയിലും ഇങ്ങനെയുള്ള മോഡസ് ഓപ്പറാൻഡി ഫോളോ ചെയ്യുന്ന കുറ്റവാളികളെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനുമില്ല. ഇവരിൽ നിന്നും രക്ഷപ്പെട്ട ഇരകൾ പറഞ്ഞ മറ്റൊരു കാര്യവും പോലീസ് പ്രത്യേകമായിട്ട് നിരീക്ഷിച്ചു. ഈ 2 കൊലയാളികളും തെലുങ്കും തമിഴും ഇടകലർന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത്. പോയിടല്ല, വാടാ, പോത്തൻട്ര, വാടാ, ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഇവർ കേട്ടിട്ടുള്ളത്. 35ാമത്തെ മർഡർ അറ്റംപ്റ്റ് നടന്ന സമയത്ത് ആ ഭർത്താവുമായിട്ട് പിടിവലി നടത്തുന്നതിൻ്റെ ഇടയിൽ ഇവർ തെലുങ്കും തമിഴും ഇടകലർത്തി സംസാരിച്ചിരുന്നു. അയാളിൽ നിന്നുമാണ് പോലീസിന് ഈ ഇൻഫർമേഷൻ കിട്ടിയത്. കൊലയാളികൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയപ്പോൾ ഈ മനുഷ്യൻ കുറച്ചു ദൂരം അവരുടെ പിന്നാലെ പോയിരുന്നു. എന്നാൽ അങ്ങനെ പോകുന്ന വഴിക്ക് അവർ പെട്ടെന്ന് അപ്രത്യക്ഷരായി. എവിടേക്ക് പോയെന്നറിയത്തില്ല. പിറ്റേ ദിവസം പോലീസ് പരിശോധിച്ചപ്പോൾ നിലത്ത് അവരുടെ കാൽപാദം പോലും ഇല്ലായിരുന്നു. ഒരിടത്ത് വെച്ച് കാൽപാദം അപ്രത്യക്ഷമായിരിക്കുന്നു. എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത് എന്ന് പോലീസിനും മനസ്സിലായില്ല. ഫ്രണ്ട്സ് ഓഫ് പോലീസ് നേരത്തെ അവരോട് പറഞ്ഞ കഥകൾ വിശ്വസിക്കണമോ വേണ്ടയോ എന്ന കൺഫ്യൂഷനിലായി ഇപ്പോൾ പോലീസ്. ഒരു പക്ഷേ സ്പ്രിങ് ഘടിപ്പിച്ച ഷൂസ് ആയിരിക്കുമോ ഇവർ ധരിച്ചിരിക്കുന്നത്? ആളുകൾ പറയും പോലെ ഒറ്റ കുതിപ്പിന് 10-15 അടി ദൂരേക്ക് ചാടുവാൻ കഴിവുള്ളവരായിരിക്കുമോ ഇവർ? ജനങ്ങളുടെ ഈ ഭയവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു കഥ പറയാം. കൊലയാളികൾ വിഹരിക്കുന്ന ഈ സമയത്ത് അവിടെ ഒരു ഉത്സവം നടന്നു. ആ ഉത്സവത്തിൽ പങ്കെടുക്കുവാനായിട്ട് ധാരാളം പേർ വന്നു. എന്നാൽ അതിൽ 2 പേരെ ജനങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. അവർ ധരിച്ചിരുന്ന വേഷം മിലിറ്ററിക്കാരുടെ വേഷമായിരുന്നു. മാത്രവുമല്ല, പട്ടാളക്കാരുടെ പോലെ ഉയർന്ന ഹീലുള്ള ഷൂസും ധരിച്ചിട്ടുണ്ട്. ഈ ഷൂസിന്റെ ഉള്ളിൽ സ്പ്രിംഗ് ഉണ്ടായിരിക്കുമോ? ഇവരാണോ കുറ്റവാളികൾ എന്ന് ജനങ്ങൾ സംശയിച്ചു. മിലിറ്ററിക്കാർ ധരിക്കുന്ന തൊപ്പിയും അതുപോലെ പച്ച കളറുള്ള ഒരു ഓവർകോട്ടും ഇവർ ധരിച്ചിട്ടുണ്ട്. പിന്നെ ഒട്ടും താമസിച്ചില്ല, ഫ്രണ്ട്സ് ഓഫ് പോലീസ് പാഞ്ഞെടുത്തു. ഇവന്മാരാണ് ആ സൈക്കോ കൊലയാളികൾ എന്ന് പറഞ്ഞ് അവരെ ഓടിക്കുവാൻ തുടങ്ങി. ഉയർന്ന ഹീലുള്ള ഷൂസും ധരിച്ച് ഓടുവാനായിട്ട് ഈ 2 യുവാക്കളും വളരെയേറെ കഷ്ടപ്പെട്ടു. ജനങ്ങളെല്ലാം ഇവരെ പിടികൂടി മർദ്ദിക്കുവാൻ തുടങ്ങി. ആ സമയത്താണ് അവരുടെ ഭാഗ്യത്തിന് പോലീസ് അവിടെ എത്തിച്ചേർന്നത്. പോലീസ് ഇവരെ പിടിച്ചു മാറ്റി, എന്നിട്ട് ചോദ്യം ചെയ്തു. അപ്പോഴാണ് അവർ ആ കാര്യം പറയുന്നത്. സാർ, ഞങ്ങളുടെ വീട് അത്തമാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ അമ്മാവൻ കഴിഞ്ഞ ദിവസം മിലിറ്ററിയിൽ നിന്നും വന്നിരുന്നു. അദ്ദേഹം വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ വസ്ത്രങ്ങളെല്ലാം. സത്യത്തിൽ സ്ത്രീകളുടെ മുൻപിൽ വലിയ ആള് കളിക്കുവാൻ വേണ്ടി മിലിറ്ററി ഡ്രസ്സും ധരിച്ച് വലിയ ഗമയ്ക്ക് ഉത്സവം കാണുവാനായിട്ട് വന്ന വെറു സാധാരണക്കാരായിരുന്നു അവർ. ഒരു ഗ്രാമം മുഴുവൻ ചേർന്നാണ് ഇവരെ കൈവച്ചത്. മാരകമായിട്ടുള്ള പരിക്കും പറ്റിയിട്ടുണ്ട്. പോലീസ് വേഗം ഈ 2 യുവാക്കളെയും തിരുത്തണ്ണി ഹോസ്പിറ്റലിലാക്കി. ഒരു പ്രകാരത്തിലാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത്. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ പോലീസിന് ഓരോ ദിവസവും അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ പോലീസിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസ് ബുദ്ധിയോ കുറഞ്ഞ പക്ഷം ചിന്താശേഷിയോ ഇല്ലാത്ത യുവാക്കളെ പിടിച്ച് പോലീസിന്റെ പണി ഏൽപ്പിച്ചാൽ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കും. ഏതെങ്കിലും ആന്ധ്രാക്കാരൻ അതുവഴിക്ക് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദിക്കാരൻ തുണി വിൽക്കുവാനായിട്ട് വരികയോ ചെയ്താൽ
സംശയം തോന്നിയിട്ട് ഇവർ അവരെ പിടിച്ചടിക്കുമായിരുന്നു. ഇങ്ങനെ ഓരോ ആഴ്ചയിലും നിരപരാധികൾ മർദ്ദിക്കപ്പെട്ട 3-4 കേസുകളാണ് പോലീസിന്റെ പക്കൽ എത്തിയിരുന്നത്. ഫ്രണ്ട്സ് ഓഫ് പോലീസ് ഇങ്ങനെ ആള് മാറി പിടിച്ചുകൊണ്ടുവന്നാലും പോലീസിന്റെ പണി അവിടെ അവസാനിക്കുന്നില്ല. ഈ കൊണ്ടുവന്നിരിക്കുന്ന ആൾ ആരാണെന്നറിയണം. അവർ അയാളെ ചോദ്യം ചെയ്യും. 2-3 മണിക്കൂർ ചോദ്യം ചെയ്യുമ്പോൾ ഈ കൊലപാതകങ്ങളുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് മനസ്സിലാകും. വടക്കേ ഇന്ത്യയിലുള്ള ആളുകളാണ് ഇങ്ങനെ വന്നിട്ടുള്ളതെങ്കിൽ അവരുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷൻ മുഖാന്തരം അവരെക്കുറിച്ച് അന്വേഷിക്കും. പിന്നെ അവരുടെ ഫിംഗർ പ്രിന്റും എടുത്ത് മടക്കി അയക്കും. ഇങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ടായി. ആ സമയത്താണ് 39ാമത്തെ മർഡർ ആന്ധ്രയിൽ നടക്കുന്നത്. ഈ കേസിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് ആന്ധ്ര പോലീസിന്റെ വീഴ്ചയാണ്. കുറ്റവാളികളായ ഗോപാലിന്റെയും കൃഷ്ണന്റെയും ഫിംഗർ പ്രിന്റുകൾ ഇതിനോടകം ആന്ധ്ര പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. അവസാനം ആന്ധ്ര പോലീസും തമിഴ്നാട് പോലീസും ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് തീരുമാനിച്ചു. ആന്ധ്ര പോലീസ് തമിഴ്നാട് പോലീസിനോട് പറഞ്ഞു, നിങ്ങളുടെ കൈവശമുള്ള സസ്പെക്റ്റ് എന്ന് കരുതാവുന്ന ആളുകളുടെ ഫിംഗർ പ്രിന്റും എടുത്ത് നിങ്ങളുടെ ടെക്നോളജിയും കൊണ്ട് ഇവിടേക്ക് വരിക. ഞങ്ങൾ ഞങ്ങളുടെ കൈവശമുള്ള ഫിംഗർ പ്രിന്റുകളും കൊണ്ടുവരാം. നമുക്ക് ഒരുമിച്ചിരുന്ന് പരിശോധിക്കാം. അങ്ങനെ ആ ദിവസം കടന്നു വരികയാണ്. തിരുപ്പതിയിൽ വെച്ചാണ് 2 സംസ്ഥാനത്തെയും പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ചിരുന്ന് അവരുടെ കൈവശമുള്ള ഫിംഗർ പ്രിന്റുകൾ പരിശോധിക്കുവാൻ തുടങ്ങിയത്. ഏകദേശം ഒരാഴ്ച കാലമാണ് ആ മീറ്റിംഗ് നീണ്ടുപോയത്. ആന്ധ്ര പോലീസ് അവരുടെ കൈവശമുള്ള ഏകദേശം 1 ലക്ഷത്തോളം കുറ്റവാളികളുടെ വിരലടയാളമാണ് പരിശോധിക്കുവാനായിട്ട് കൊണ്ടുവന്നത്. തമിഴ്നാട് പോലീസ് ആകട്ടെ അതിർത്തി പ്രദേശത്ത് മാത്രം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഏകദേശം 500ഓളം കുറ്റവാളികളുടെ ലിസ്റ്റും കൊണ്ടുവന്നു. ഈ പരിശോധനയിൽ തമിഴ്നാട് പോലീസാണ് ആദ്യമായിട്ട് കുറ്റവാളികളുടെ വിരലടയാളം കണ്ടെത്തിയത്. ഇതിനു മുൻപ് നടന്ന ക്രൈം സ്പോട്ടിൽ നിന്നും ധാരാളം വിരലടയാളങ്ങൾ അവർക്ക് കിട്ടിയിരുന്നു. എന്നാൽ ഈ വിരലടയാളങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടായിരുന്നു. ഈ സീരിയൽ കില്ലേഴ്സിൽ മൂത്തവനായ ഗോപാലിന്റെ ചൂണ്ടുവിരലിന് മുൻപ് ഒരു പരിക്ക് പറ്റിയിരുന്നു. ക്രൈം നടക്കുന്ന സമയത്ത് ആരെങ്കിലും ഇരുമ്പ് വടികൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയുധം ഉപയോഗിച്ചോ ആക്രമിച്ചതാവാം. ഗോപാലിന്റെ ചൂണ്ടുവിരൽ ലേശം ചെരിഞ്ഞാണിരിക്കുന്നത്. നമ്മുടേതുപോലല്ല. ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും സാധനം എടുക്കുകയാണെന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും എടുക്കുന്നത്? ഇതുപോലെ ആയിരിക്കും എടുക്കുന്നത്. ചൂണ്ടുവിരലും തള്ളവിരലും ഇതുപോലെ ഇരിക്കും. എന്നാൽ ഗോപാൽ എടുക്കുമ്പോൾ അങ്ങനെയല്ല. ഈ വിരലിന് പരിക്ക് പറ്റിയതുകൊണ്ട് അവൻ എടുക്കുന്നത് ഇങ്ങനെയായിരിക്കും. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. യെസ്, ഈ വൈകല്യം ഉള്ളതുകൊണ്ട് കുറ്റകൃത്യം നടന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഗോപാലിൻ്റെതായിട്ട് കിട്ടിയിട്ടുള്ളത് 1.5 ഫിംഗർ പ്രിന്റ് ആയിരുന്നു. അതോടെ പോലീസ് വിശാലമായിട്ട് സമുദ്രം പോലെ കിടക്കുന്ന ആ ഫിംഗർ പ്രിന്റുകളെ ഒന്ന് ചുരുക്കുകയാണ്. 1.5 ഫിംഗർ പ്രിന്റ് ഏതൊക്കെ ക്രൈമിൽ എവിടെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ അത് മാത്രം സെലക്ട് ചെയ്യുവാനായിട്ട് പറഞ്ഞു. അതുതന്നെ ഏകദേശം 200-300 കുറ്റവാളികളുടെ ഉണ്ടായിരുന്നു. പിന്നെ ആ 300ഓളം കുറ്റവാളികളുടെ വിരലടയാളം കേന്ദ്രീകരിച്ചായി പോലീസിന്റെ പരിശോധന. അതേ സമയത്ത് ആ സ്റ്റേഷനിൽ മറ്റൊരു സംഭവം നടക്കുകയാണ്. ഒരു ടേപ്പ് റെക്കോർഡർ മോഷ്ടിച്ചതിന്റെ പേരിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു. അവരുടെ കേസും മറ്റു കാര്യങ്ങളും പോലീസ് ഒരു വശത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് വേറൊരു മുറിയിൽ പോലീസ് ഫിംഗർ പ്രിന്റുകൾ പരിശോധിക്കുന്നു. ഈ 2 സംഭവങ്ങളും നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഫിംഗർ പ്രിന്റ് ടാലിയായത്. ഒടുവിൽ തമിഴ്നാട് പോലീസ് കുറ്റവാളിയെ കണ്ടെത്തി. അയാളുടെ പേര് ഗോപാൽ എന്നായിരുന്നു. ഗോപാലിന്റെ കേസ് ഫയലുകൾ പരിശോധിച്ചപ്പോൾ അയാൾക്കൊരു അനുജനും ഉണ്ടെന്ന് മനസ്സിലായി. അയാളുടെ ഫിംഗർ പ്രിന്റും പരിശോധിച്ചു. ക്രൈം സീനിൽ നിന്നും കണ്ടെത്തിയ ഫിംഗർ പ്രിന്റുകളുമായിട്ട് ഈ ഫിംഗർ പ്രിന്റുകൾ പക്കാ മാച്ചാണ്. കൊലയാളികളെ കണ്ടെത്തിയതും തമിഴ്നാട് പോലീസ് ആർത്തു വിളിച്ചു. എന്നിട്ട് ആ കേസ് ഫയല് ആന്ധ്ര പോലീസിനെ കാണിച്ചു. തിരുപ്പതി പോലീസ് ആ കേസ് ഫയൽ നോക്കിയിട്ട് ഞെട്ടിപ്പോയി. ഗോപാലിനും കൃഷ്ണനുമോ? അവരാണോ സീരിയൽ കില്ലർ? സാർ, ചുമ്മാ തമാശ പറയാതിരിക്കൂ. അവർ വെറും സാധാരണ മോഷ്ടാക്കളാണ്. വീടുകളിൽ നിന്ന് ടേപ്പ് റെക്കോർഡുകൾ മോഷ്ടിക്കുക, പാത്രങ്ങൾ മോഷ്ടിക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്ന മോഷ്ടാക്കളാണവർ. അവർ ഒരിക്കലും ഈ കൊലയാളികളാകുവാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ തമിഴ്നാട് പോലീസ് അവരോട് പറഞ്ഞു, സാധ്യതയുണ്ടോ ഇല്ലയോ അതൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ടും അറിയാം, കൊല നടന്ന സ്ഥലത്ത് കണ്ടെത്തിയ ഫിംഗർ പ്രിന്റുകളും ഗോപാലന്റെയും കൃഷ്ണന്റെയും ഫിംഗർ പ്രിന്റുകളും ഒന്നാണ്. ആന്ധ്ര പോലീസ് ഞെട്ടിപ്പോയി. അവർ തമിഴ്നാട് പോലീസിനോട് പറയുകയാണ്, സാർ, ഗോപാലനും കൃഷ്ണനും ഇപ്പോൾ ഇവിടെയുണ്ട്. ഒരു ടേപ്പ് റെക്കോർഡർ മോഷ്ടിച്ചതിന്റെ പേരിൽ അവരെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് വന്നതേയുള്ളൂ. 2 ഡിപ്പാർട്ട്മെന്റും ഞെട്ടിപ്പോയി. സിനിമയിൽ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവൂ. ഒരു പോലീസ് സ്റ്റേഷന്റെ ഒരു വശത്ത് വെച്ച് പോലീസുകാർ കൊലയാളിയെ തെരയുന്നു. അതേ സമയത്ത് മറ്റൊരു കേസിൽ ഉൾപ്പെട്ട് ഇതേ കൊലയാളികൾ ആ സ്റ്റേഷനിലേക്ക് വരുന്നു. വല്ലാത്ത ഒരു വിചിത്രത അല്ലേ? എന്നാൽ ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചത്. വേഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 2 അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. ആ സമയത്താണ് അവർക്ക് മനസ്സിലായത് ഈ ടേപ്പ് റെക്കോർഡർ മോഷണം അവർ പ്ലാൻ ചെയ്ത ഒന്നായിരുന്നുവെന്ന്. ഗോപാലിന്റെയും കൃഷ്ണന്റെയും മോഡസ് ഓപ്പറാൻഡി ഇങ്ങനെയായിരുന്നു. ഒരു സമയമാകുമ്പോൾ അവർ നരവേട്ടയ്ക്കിറങ്ങും. ഏകദേശം 10ഓളം വീടുകളിൽ അവർ കൊള്ളയും കൊലയും നടത്തും. അതിനുശേഷം ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് സാധാരണ കള്ളന്മാരെ പോലെ എന്തെങ്കിലും മോഷ്ടിക്കും. തങ്ങളെ പോലീസ് പിടിക്കണമെന്ന് മുൻകൂട്ടി കണക്ക് കൂട്ടിയായിരിക്കും ആ മോഷണം. ജനങ്ങൾ കാണുക ഏതെങ്കിലും വീടിന്റെ മതിൽ ചാടിക്കിടന്ന് മുറ്റത്ത് വെച്ചിരിക്കുന്ന പാത്രമോ അതുപോലെ മറ്റെന്തെങ്കിലുമോ മോഷ്ടിക്കും. അതോടെ ആളുകൾ ഓടിക്കൂടി ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും.
ഇവർ ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. കുശാഗ്രബുദ്ധിക്കാരായ 2 കൊലയാളികളുടെ കാരണങ്ങൾ. 10-15 വീടുകളിൽ ആക്രമണവും കൊലപാതകവും നടന്നു കഴിയുമ്പോൾ പോലീസ് തങ്ങളെ വലവീശി അന്വേഷിക്കുമെന്ന് ഇവർക്കറിയാം. പോലീസിന്റെ പിടിയിൽപ്പെടാതിരിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം പോലീസിന്റെ കീഴിൽ തന്നെ അഭയം പ്രാപിക്കുക എന്നുള്ളതാണെന്ന് ഇരുവർക്കും അറിയാം. അതിനുവേണ്ടിയായിരുന്നു ഇത്രയധികം കൊലപാതകം ചെയ്ത ശേഷം എന്തെങ്കിലും ചെറിയ മോഷണം ചെയ്ത് സ്വമേധയാ പോലീസിന് കീഴടങ്ങുന്നത്. നീ എന്തിനാടാ ഇത് മോഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ കൊടുക്കുന്ന മറുപടി ഇതായിരിക്കും: സാർ, ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്, ഞങ്ങൾക്കിതൊന്നും വാങ്ങുവാനുള്ള വരുമാനമില്ല, അതുകൊണ്ട് മോഷ്ടിച്ചതാണ്. കുറ്റം സമ്മതിക്കുന്നു. അതോടെ പോലീസ് കുറ്റപത്രം തയ്യാറാക്കും, അവരെ കോടതി ഹാജരാക്കി ജയിലിലടയ്ക്കും. 2-3 മാസമേ ശിക്ഷ കിട്ടൂ. അതിനുശേഷം ഗോപാലും കൃഷ്ണനും പുറത്തേക്ക് വരും, അടുത്ത നരവേട്ടയ്ക്കുള്ള മാസ്റ്റർ പ്ലാനുമായിട്ട്. ഇവരുടെ ഈ അതിബുദ്ധി കാരണം ഇവർക്ക് മറ്റൊരു ഗുണവും ഉണ്ടായിരുന്നു. പോലീസിന്റെ ക്രൈം റെക്കോർഡ്സിൽ ഇവരുടെ പേരുകൾ പതിഞ്ഞിട്ടുള്ളത് ഈ വകുപ്പിലാണ്. ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്യുന്ന ആളുകൾ. ഒരിക്കൽ പോലും കൊലപാതകികളുടെ ലിസ്റ്റിൽ ഇവരുടെ ഫിംഗർ പ്രിന്റുകൾ പതിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ആന്ധ്ര പോലീസിന് ഇവരെ കണ്ടെത്തുവാനായിട്ട് ഇത്ര കാലതാമസം നേരിട്ടതും. അങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്ത് പത്രങ്ങൾ വഴി പോലീസ് കൊലയാളികളെ തേടി പരക്കം പായുന്നതുമെല്ലാം വായിച്ച് ഇവർ ആഹ്ലാദിച്ചിരിക്കും. കാരണം 2 പേര് സേഫാണ്. പോലീസിന്റെ സംശയത്തിന്റെ ഒരു കണിക പോലും ഇവരുടെ നേർക്ക് വന്നിട്ടില്ല. അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇവർ 39ാമത്തെ കൊലപാതകം ചെയ്യുന്നത്. അതിനുശേഷം പതിവ് പോലെ പോലീസ് കീഴടങ്ങുവാൻ ഇരുവരും തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ പ്ലാനായിരുന്നു ടേപ്പ് റെക്കോർഡർ മോഷണം. ഒരു ദിവസം രാത്രിയിൽ ആളില്ലാത്തൊരു വീട്ടിൽ കയറി ഇവർ ഒരു ടേപ്പ് റെക്കോർഡർ മോഷ്ടിച്ചു. അക്കാലത്ത് സോണിയുടെ 10,000-15,000 രൂപ വില വരുന്ന വലിയ ടേപ്പ് റെക്കോർഡുകളുണ്ട്. പിന്നെ ഇവർ ചെയ്തത് ഇതാണ്: ആ ടേപ്പ് റെക്കോർഡറും അതിന്റെ ബാറ്ററിയും കാസറ്റുകളും കണക്ടറും അതെല്ലാം ചുമന്നുകൊണ്ട് ജനങ്ങൾ കാണും വിധം റോഡിലൂടെ നടന്നു വന്നു. സംശയം തോന്നിയ ആളുകൾ ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തപ്പെടുന്നത്. അതേ സമയത്താണ് കുറ്റവാളികൾ ഇവർ തന്നെയാണെന്ന് തമിഴ്നാട് പോലീസ് കൺഫേം ചെയ്യുന്നതും. ആദ്യമൊന്നും ഇരുവരും കുറ്റം സമ്മതിച്ചില്ല. എന്നാൽ ഏറെ നേരത്തെ വിചാരണയ്ക്ക് ശേഷം ഗോപാലും കൃഷ്ണനും തങ്ങളാണ് ആ സീരിയൽ കില്ലേഴ്സ് എന്ന് സമ്മതിച്ചു. പ്രതികൾ കുറ്റം സമ്മതിച്ചു. അതുകൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല. കാരണം ഇത്രയും കാലം വരെ ആന്ധ്ര പോലീസ് കരുതി വന്നതും അവരുടെ റെക്കോർഡ്സിലുള്ളതും ഇവർ വെറും തുക്കടാ മോഷ്ടാക്കൾ മാത്രമാണെന്നാണ്. അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള 2 വ്യക്തികളാണ് ഒരു സുപ്രഭാതത്തിൽ 2 സംസ്ഥാനത്തിലെയും പോലീസിനെ കിടുകിടാ വിറപ്പിച്ച, അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയ സീരിയൽ കില്ലേഴ്സ് ആയിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തന്നെയാണോ കുറ്റവാളികൾ, അതോ വേറെ ആരെങ്കിലും ആണോ എന്ന് ഉറപ്പാക്കുവാൻ പോലീസ് സൈക്കോളജിസ്റ്റുകളെയും അതുപോലെയുള്ള മറ്റു പലരെയും അവിടേക്ക് വിളിച്ചു വരുത്തി. അവർ വളരെ ശാന്തമായിട്ട് ഗോപാലിനെയും കൃഷ്ണനെയും ചോദ്യം ചെയ്തു. 2 സ്റ്റേറ്റിലെയും ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് ചേർന്നാണ് ഇവരെ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിൽ നിന്നും ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ പോലീസ് മനസ്സിലാക്കി. ആ സത്യങ്ങൾ നിങ്ങളെയും ഞെട്ടിക്കും. ഗോപാലും കൃഷ്ണനും അന്ന് പോലീസിന്റെ മുൻപിൽ കൊടുത്ത കുറ്റസമ്മതം ഇങ്ങനെയാണ്: സാർ, ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമില്ല, 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ പഠിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾ 2 പേരുടെയും കല്യാണം കഴിഞ്ഞതാണ്. എന്നാൽ ഭാര്യയ്ക്ക് ഒരു താലി മേടിച്ചു കൊടുക്കുവാനോ ഒരു ടേപ്പ് റെക്കോർഡർ മേടിച്ചു കൊടുക്കുവാനോ നല്ലൊരു പാത്രം മേടിച്ചു കൊടുക്കുവാനോ ഞങ്ങൾക്ക് കഴിവില്ല. എന്തിനേറെ പറയണം, ഒരു അരഞ്ഞാണം പോലും മേടിച്ച് ധരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് വഴിയില്ല. എന്നാൽ അതേ സമയത്ത് ഞങ്ങളുടെ കൺമുൻപിലൂടെ മറ്റുള്ളവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അവർ വലിയ വലിയ മാലകൾ ധരിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. ചിലരാകട്ടെ വയലിൽ പണിയെടുക്കുമ്പോൾ തന്റെ അരഞ്ഞാണം എല്ലാവരും കാണട്ടെ എന്ന് മനഃപൂർവ്വം വിചാരിച്ച് മുണ്ട് താഴ്ത്തിയെടുത്ത് ജോലി ചെയ്യുന്നു. ഇതെല്ലാം ഞങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നതിന്റെ അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ കൊല ചെയ്തത്. മോഷണം നടത്തി സമ്പന്നരാകുവാനായിരുന്നില്ല ഞങ്ങൾ ഇത് ചെയ്തത്. ഈ വ്യവസ്ഥിതിയോടുള്ള പ്രതികാരമായിരുന്നു ഞങ്ങൾ ചെയ്ത ഈ 76 കൊലകളും. എന്നാൽ സൈക്കോളജിസ്റ്റുകളും പോലീസുകാരും ഇവർ പറഞ്ഞത് അത്ര കണ്ട് വിശ്വസിച്ചില്ല. ഇവരുടെ മോഡസ് ഓപ്പറാൻഡി വെച്ച് നോക്കുമ്പോൾ ഇവർ പറഞ്ഞത് ഒരു കാരണമായിട്ട് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. കാരണം കൊള്ള ചെയ്ത എല്ലാ വീടുകളിൽ നിന്നും ഇവർ എടുത്തിട്ടുള്ളത് അരഞ്ഞാണവും താലിച്ചരടും മാത്രമാണ്. പക്ഷേ ഇവരിങ്ങനെ ആകുവാനുള്ള മൂല കാരണം ഇതല്ല എന്ന് സൈക്കോളജിസ്റ്റുകൾക്ക് മനസ്സിലായി. അവർ കൂടുതൽ വിശദമായിട്ട് ചോദ്യം ചെയ്തു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പുറത്തേക്ക് വന്നത്. സിസ്റ്റം ആയിരുന്നു അവരെ ഇങ്ങനെ ആക്കിയത്. തങ്ങളെ രക്ഷിക്കുമെന്ന് അവർ കരുതിയ സിസ്റ്റം തങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്ക് അവർ പ്രതികാരം ചെയ്യുകയായിരുന്നു, അവരെ കൊണ്ട് കഴിയും പോലെ. പക്ഷെ അതിന് വിലയായിട്ട് കൊടുക്കേണ്ടി വന്നത് 76 നിരപരാധികളുടെ ജീവനായിരുന്നു. അന്ന് അവർ കരഞ്ഞുകൊണ്ട് ഒരു കഥ പറഞ്ഞു. ആ കഥ ഇങ്ങനെയാണ്: ഒരിക്കലൊരു നിസ്സാര കുറ്റത്തിന് ആന്ധ്ര പോലീസ് ഈ 2 പേരെയും പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. എന്തോ നിസ്സാരമായിട്ടുള്ള കുറ്റത്തിനാണ് ഇവരെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നത്. എന്നിട്ട് മറ്റൊരു വലിയ കുറ്റം ഇവരോട് ഏറ്റെടുക്കുവാനായിട്ട് അവർ നിർബന്ധിച്ചു. എന്നാൽ ഗോപാലനും കൃഷ്ണനും അതിന് തയ്യാറായിരുന്നില്ല. പോലീസ് മാരകമായിട്ട് മർദ്ദിച്ചു. എന്നിട്ടും അവർ സമ്മതിച്ചില്ല. ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോകേണ്ട ആവശ്യം അവർക്കില്ല. ഒടുവിൽ ഇവർ കുറ്റം സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആന്ധ്ര പോലീസ് ഒരു കാര്യം ചെയ്തു. ആരുടെയും മനസാക്ഷിയെ ഉലയ്ക്കുന്ന ഒരു കാര്യം. അവർ നേരെ ഗോപാലകൃഷ്ണന്മാരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ഭാര്യമാരെയും പിന്നെ വീട്ടിലുണ്ടായിരുന്ന അനുജത്തെയും കൂട്ടി സ്റ്റേഷനിൽ വന്നു. പിന്നെ ഇവരുടെ മുൻപിലിട്ട് അവരെ മാരകമായിട്ട് മർദ്ദിച്ചു.
സ്ത്രീകളെ ഇപ്രകാരം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അപമാനിക്കുന്നതിൽ പോലീസ് ഭാഷയിൽ ചില വാക്കുകളുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നിങ്ങനെ പോകും. ഇതിലെ ഓരോ ഗ്രേഡ് കഴിയും തോറും അപമാനത്തിന്റെ തോതും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ കാര്യം ഇതാണ്. അന്ന് ആ സ്റ്റേഷനിൽ വെച്ച് ഗോപാലന്റെയും കൃഷ്ണന്റെയും മുമ്പിൽ വെച്ച് അവരുടെ ഭാര്യമാരെ സഹോദരിയെയും ആന്ധ്ര പോലീസ് മാനഭംഗം ചെയ്തു. ഈ ക്രൂരമായിട്ടുള്ള കാഴ്ച കാണാതിരിക്കുവാനായിട്ട് ഇരുവരും തലകുനിച്ചു. അപ്പോൾ പോലീസുകാർ അവരുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് തല നിവർത്തി ഈ കാഴ്ച കാണിച്ചു കൊടുത്തു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവർ ആ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോവുകയാണ്. എന്നാൽ ഈ കാഴ്ച അവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞിരുന്നില്ല. അന്ന് ഗോപാലനും കൃഷ്ണനും ഒരു തീരുമാനമെടുത്തു. തങ്ങൾ പോലീസുകാരാൽ നീതി നിഷേധിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടവരാണ്. അതുകൂടാതെ തങ്ങളുടെ വീട്ടിലെ സ്ത്രീകളും പോലീസുകാരുടെ ക്രൂരമായിട്ടുള്ള മാനഭംഗത്തിന് ഇരയായിരിക്കുന്നു. തങ്ങളുടെ ജീവിതത്തിലെ സമാധാനം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കിയ ആന്ധ്ര പോലീസിന്റെ സമാധാനവും ഏതു വിധേനയും ഇല്ലാതാക്കുമെന്ന് അന്നവർ പ്രതിജ്ഞ ചെയ്തു. അതിനു വേണ്ടിയിട്ട് കണ്ടെത്തിയ മാർഗമായിരുന്നു ഈ സീരിയൽ കില്ലിങ്. ഏതാനും പോലീസുകാരുടെ വിവരക്കേടിന്റെ ഫലമായിട്ട് നൽകേണ്ടി വന്നത് 76 നിരപരാധികളുടെ ജീവനാണ്. നമ്മൾ ഈ കേസിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ എന്നല്ല ഏത് രാജ്യമെടുത്താലും ആ രാജ്യത്തിലെ പൗരന്മാർ ആ രാജ്യത്തിന്റെ സ്വത്താണ്. വിലമതിക്കുവാനായിട്ട് കഴിയാത്ത ഒന്നുമാണ്. അങ്ങനെയുള്ള ആ സ്വത്ത് സംരക്ഷിക്കേണ്ടത് അവിടെയുള്ള നിയമസംഹിതയുടെ ഉത്തരവാദിത്തമാണ്. ആ നിയമസംഹിത കാത്തു പരിപാലിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ എടുത്താൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ആ പോലീസിൽ നിന്നുമാണ് ഇവർക്ക് ഈ നീതികേടുണ്ടായത്. ഗോപാലന്റെയും കൃഷ്ണന്റെയും സ്ഥാനത്ത് അത്യാവശ്യം വിദ്യാഭ്യാസവും സാമ്പത്തിക ശേഷിയുമുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരമൊരു സംഘടന അയാളുടെ പിന്നാലെ ഉണ്ടെങ്കിൽ ഈ നീതി നിഷേധത്തിനെതിരായിട്ട് അവർ നിയമ നടപടികളുമായിട്ട് മുൻപോട്ട് പോകും. എന്നാൽ ഇവിടെ ഇവരെ നോക്കൂ. ഇവർ ഒന്നുമില്ലാത്തവരാണ്. വിദ്യാഭ്യാസമില്ല, സാമ്പത്തികമില്ല, പിന്തുണയ്ക്കുവാനായിട്ട് ഒരു സംഘടനയുമില്ല. പക്ഷെ അന്യായം അതിവിടെ സംഭവിച്ചിരിക്കുന്നു. ചോദിക്കുവാനായിട്ട് ആരുമില്ല. അതുകൊണ്ടാണ് തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രതികാരം ചെയ്യുവാനായിട്ട് അവർ ഉറപ്പിച്ചത്. നിയമസംഹിതയുടെ അല്ലെങ്കിൽ നിയമസംഹിതയുടെ ഉള്ളിൽ നിൽക്കുന്ന സിസ്റ്റത്തിന്റെ പിടിപ്പേട് കൊണ്ടും ഒരാൾ ഒരു സീരിയൽ കില്ലറായിട്ട് മാറിയേക്കാം. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കേസ്. വയലിൽ കൂലിപ്പണിയെടുത്ത് ജീവിച്ചു വന്ന 2 സാധാരണക്കാരെ 2 സംസ്ഥാനത്തെയും വിറപ്പിച്ച സീരിയൽ കില്ലറാക്കി മാറ്റിയതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട പങ്ക് ആന്ധ്ര പോലീസിന്റെയാണ്. ഈ വസ്തുത നമുക്ക് നിഷേധിക്കുവാനായിട്ട് കഴിയില്ല. അങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെട്ട ഗോപാലനെയും കൃഷ്ണനെയും കാണുവാനായിട്ട് ഒരാൾ നേരിട്ട് വരികയാണ്. അയാൾ മറ്റാരുമല്ല, ആന്ധ്രാപ്രദേശിന്റെ അന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ ചന്ദ്രബാബു നായിഡു ആയിരുന്നു. അദ്ദേഹം വന്ന ഈ കുറ്റവാളികളോട് നീയൊക്കെ എന്തിനാണ് ഈ ക്രൂരത ചെയ്തു എന്ന് ചോദിച്ചു എന്ന് പറയുന്നു. അതിനിവർ എന്താണ് മറുപടി കൊടുത്തത് എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഇവർക്കുണ്ടായ ദുരനുഭവം അവർ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു കാണും. എന്നാൽ അദ്ദേഹം അതിന് നടപടിയെടുത്തോ എന്നും നമുക്കറിയില്ല. എല്ലാ കഥയ്ക്കും ഒരു അവസാനമുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ കഥയുടെ അവസാനം ഇതാണ്. ഗോപാലനും കൃഷ്ണനും എൻകൗണ്ടർ ചെയ്തു കൊല്ലപ്പെട്ടു. ആന്ധ്ര പോലീസ് അതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കോടതിയിൽ ഹാജരാക്കുവാനായിട്ട് ഗോപാലനെയും കൃഷ്ണനെയും വാഹനത്തിൽ കയറ്റി അവർ കൊണ്ടുപോവുകയായിരുന്നു. പെട്ടെന്ന് വാഹനം നിയന്ത്രണം വിട്ട് ഒരു പുളിമരത്തിലിടിച്ചു. പോലീസുകാരടക്കം ഉള്ളിലുണ്ടായിരുന്ന പ്രതികളെല്ലാം പുറത്തേക്ക് തെറിച്ചു വീണു. ആ സമയത്ത് ഗോപാലനും കൃഷ്ണനും പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന റിവോൾവർ വലിച്ചെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി ഓടി രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചു. നിൽക്കടാ നിൽക്കടാ എന്ന് ആന്ധ്ര പോലീസ് പരമാവധി പറഞ്ഞു നോക്കി. പക്ഷെ അവർ നിന്നില്ല. ഒടുവിൽ അവർക്ക് പ്രതികളെ വെടിവെക്കേണ്ടി വന്നു. ആ വെടിവയ്പ് ഒരേ സ്ഥലത്ത് വെച്ച് ഗോപാലനും കൃഷ്ണനും കൊല്ലപ്പെട്ടു. ഇങ്ങനെയായിരുന്നു ഒരു കാലത്ത് 2 സംസ്ഥാനത്തെയും വിറപ്പിച്ചിരുന്ന സീരിയൽ കില്ലർമാരായ ഗോപാലന്റെയും കൃഷ്ണന്റെയും അന്ത്യം. എന്നാൽ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ എൻകൗണ്ടർ മനഃപൂർവ്വം പോലീസ് പ്ലാൻ ചെയ്ത ഒന്നായിരുന്നുവെന്ന്. പോലീസ് തന്നെ മരത്തിൽ വാഹനം ഇടിപ്പിച്ച് അവരെ ഓടി രക്ഷപ്പെടുവാനായിട്ട് അനുവദിച്ച് പിന്നിൽ നിന്നും അവരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. സീരിയൽ കില്ലർമാരായതുകൊണ്ട് അവർക്ക് വേണ്ടി ചോദിക്കുവാനോ അവരുടെ പിന്നാമ്പുറ ചരിത്രം അന്വേഷിക്കുവാനോ യാതൊരു മനുഷ്യാവകാശ സംഘടനയും രംഗത്ത് വന്നില്ല. സിസ്റ്റം സീരിയൽ കില്ലർമാരാക്കിയ ഗോപാലകൃഷ്ണന്മാരുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലൈമാക്സ് കൂടി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ആരാണിതിൽ കുറ്റക്കാര്? പോലീസാണോ അതോ പോലീസ് മൂലം കൊലയാളികളായ ഗോപാലകൃഷ്ണന്മാരാണോ? ആര് കുറ്റക്കാരായാലും നഷ്ടമായത് 76 ജീവനുകളാണ്. പകരം വയ്ക്കുവാൻ കഴിയാത്ത 76 ജീവനുകൾ. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.